ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലമിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വില്ലേജ് ഓഫീസാണോ അതോ തഹസിൽദാർ ഓഫീസാണോ എന്നാണ് കോടതിയുടെ പരിഹാസം നിറഞ്ഞ ചോദ്യം. എന്തുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി നേരിട്ട അപേക്ഷ നൽകിയില്ല? സാവകാശം തേടാൻ ക്ലർക്കിന്റെ കയ്യിലാണോ അപേക്ഷ കൊടുത്തയക്കേണ്ടതെന്നും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ഹൈക്കോടതിയുടെ ചോദ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അതിരൂക്ഷ വിമർശനം, അതിലുമേറെ പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങൾ, അതാണ് മിൻഹാജ് ആലമിന് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ഇന്ന് മിൻഹാജിനോട് ചോദിച്ചതൊപ്പം എങ്ങനെയാണ് ഈ പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങളെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത്? അശ്വതി, മിൻഹാജ് ആലം ഇന്ന് നേരിട്ട് ഹാജരായപ്പോഴാണ് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത്, അനുമതി തേടാതെയുള്ള വിദേശയാത്രയിൽ എസ് ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കാനായിട്ടായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. പക്ഷേ നടപടിയൊന്നും ഉണ്ടാകാതിനെ തുടർന്നാണ് മിൻഹാജ് ആലം ഇന്ന് തന്നെ നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരായപ്പോൾ ഹൈക്കോടതി ആദ്യം തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്: ഹൈക്കോടതി വില്ലേജ് ഓഫീസാണോ അതോ താലൂക്ക് ഓഫീസാണോ, ക്ലർക്ക് മുഖേനയാണോ ഈ തീരുമാനം അറിയിക്കാനായിട്ട് സാവകാശം തേടിക്കൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്? ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നേരിട്ട് എന്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചില്ല? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി വിമർശന രൂപേണ ചോദ്യമായിട്ട് മിൻഹാജ് ആലത്തോട് ചോദിച്ചത്. ഒപ്പം തന്നെ സർക്കാർ ഇന്ന് അറിയിച്ചത് വിജിലൻസ് അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ആവശ്യം വരിക എന്നുള്ളൊരു പരിഹാസ രൂപേണയുള്ള മറു ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്നുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ തെളിവുകളും ശ്രീജിത്തിനെതിരെ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഹർജിക്കാരന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള അവകാശം നൽകിക്കൊണ്ട് ഹൈക്കോടതി ഈ പ്രസ്തുത ഹർജി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് ശ്രീജിത്ത് അനുമതിയില്ലാതെ വിദേശ യാത്ര നടത്തിയതിൽ വലിയ രീതിയിൽ ക്രമക്കേടുണ്ടെന്നും ഇതിൽ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആക്ഷേപവും ആരോപണവും. എന്തായാലും മിൻഹാജ് ആലം ഇന്ന് നേരിട്ട് ഹാജരായ വേളയിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. സർക്കാരിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി. വ്യക്തമാണ് രേഷ്മ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലമിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു നാണം കെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസ് അല്ല ഇത്, തഹസിൽദാർ ഓഫീസുമല്ല. അങ്ങനെ ഒരു വിചാരം മിൻഹാജ് ആലമിനുണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ് ഹൈക്കോടതി ഇന്ന് ആ ചോദ്യങ്ങളിലൂടെ എല്ലാം വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു രേഷ്മ ബാബു.